ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സദ്യയുടെ അവസാനത്തെ ഐറ്റമായിട്ടുള്ള അടപ്രഥമനാണ്. അപ്പോൾ നമ്മുടെ പായസം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് അടയാണ്, നീളമുള്ള അടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിയടയാണ്. പിന്നീട് വേണ്ടത് തേങ്ങാപ്പീരയാണ്. നമ്മളൊരു 2 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ തേങ്ങയായിരുന്നു, അതിൻ്റെ തേങ്ങാപ്പീരയാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഒരു അട വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒടിച്ചു വെച്ചിരിക്കുന്ന അട അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് അതിലേക്ക് നമുക്ക് അട തമ്മിൽ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അട നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആവും നമ്മുടെ ഈ അട വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിതാ അട നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി ഒന്ന് ഊറ്റി വെക്കണം. നമ്മളിവിടെ വെള്ളത്തിൽ ഒരു 3 പ്രാവശ്യം അട കഴുകി എടുത്തായിരുന്നു. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു അരിപ്പയിൽ ഊറ്റാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് പായസത്തിൽ ഒഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശർക്കര വെള്ളം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടപ്പ് ഓൺ ചെയ്ത് നല്ലോണം ഒന്ന് വെള്ളമാക്കി എടുക്കാം. അത് നമ്മൾ പായസത്തിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള ശർക്കരയുടെ ആ ഒരു വെള്ളം നമ്മളിവിടെ റെഡിയാക്കി. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആ പാത്രത്തിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ആ ഒരു ശർക്കരയുടെ വെള്ളം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന അട അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഈ അട ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് കുറുകി നമുക്ക് കിട്ടും. അതായത് ശർക്കരയുടെ ആ ഒരു വെള്ളം നല്ലോണം ഒന്ന് വറ്റി കിട്ടും. അതുവരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് 2ാം പാലാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലവണ്ണം ഒന്ന് നമുക്കിത് കുറുകി കിട്ടും. അതുവരെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി ഇത് വേവിച്ചുകൊണ്ടിരിക്കാം. അതായപ്പോൾ നമ്മുടെ 2ാം പാൽ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് വറ്റിയിട്ടുണ്ട്, നല്ലവണ്ണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ജീരകം അതുകൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിടുന്നത് ചുക്കാണ്. ഇത് ഓപ്ഷണലാണ്. അതുകൂടെ പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത്ര ആയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ 1ാം പാൽ, അതായത് തലപ്പാൽ എന്ന് പറയുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ പായസത്തിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആ പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ആ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഇതുപോലെ ഇങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ തന്നെ കശുവണ്ടിയും വറുത്തെടുക്കാം. അത്യാവശ്യം നമ്മൾ മുഴുവനായിട്ടിട്ടല്ല വറുത്തേക്കുന്നത്, ഇതുപോലെ ഇങ്ങനെ പകുതിയാക്കിയിട്ടാണ് വറുത്തേക്കുന്നത്. അതും ആ ഒരു കളർ മാറുമ്പോഴത്തേക്കും നമുക്കെടുക്കാം. ഇനി നമ്മൾ വറുക്കാൻ പോകുന്നത് മുന്തിരിയാണ്. ഉണക്കമുന്തിരി നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വീർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതെടുത്ത് കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്ത എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ വറക്കാൻ ഉപയോഗിച്ച ആ നെയ്യ് ഉണ്ടായിരുന്നല്ലോ, ആ നെയ്യ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ട് കൂടി ഒന്ന് ചൂട് കയറ്റാം. ഇത്രയുള്ള നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ സദ്യയുടെ അവസാനമായിട്ടുള്ള അടപ്രഥമനാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സദ്യയൊക്കെ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് നമ്മളൊരു പായസം കൂടി കുടിച്ചിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് നമ്മുടെ ഈ സദ്യയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.